ലോകമെങ്ങുമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വിപുലമായ രീതിയിൽ ക്രിസ്മസ് കെങ്കേമമാക്കുകയാണ്. വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് യുവജന പ്രസ്ഥാനങ്ങളും മറ്റും ക്രിസ്മസ് പാപ്പായെ ഒരുക്കിയും ഒപ്പം തന്നെ കരോൾ ഗാനങ്ങൾ ആലപിച്ചും വീടുകൾ തോറും കയറിയിറങ്ങിയാണ് ക്രിസ്മസ് ആഘോഷത്തിന് നിറം പകരുന്നത്. തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ലോകമെങ്ങും ആഘോഷത്തിമിർപ്പിലാണ്. മതേതരത്വത്തിന് പേരുകേട്ട ഗൾഫ് രാജ്യങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒട്ടും പിന്നിലല്ല. നക്ഷത്രങ്ങൾ തെളിച്ചും പുൽക്കൂടൊരുക്കിയും തുടങ്ങുന്ന ആഘോഷങ്ങൾ കൊഴുപ്പിക്കാൻ കരോൾ സംഘങ്ങൾ എത്തി. വീടുകളിലും കച്ചവട കേന്ദ്രങ്ങളിലുമെല്ലാം തന്നെ ക്രിസ്മസിന് മുന്നോടിയായി തൂക്കിയ നക്ഷത്രങ്ങളും അലങ്കാര വിളക്കുകളും കാണാം. കടകളിൽ മുഖ്യ ആകർഷണങ്ങളായി തിളങ്ങി നിൽക്കുന്നത് സാന്റാക്ലോസ് ഉടുപ്പുകളും ക്രിസ്മസ് ട്രീകളുമാണ്. വിപണിയും ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലാണ്. ക്രിസ്മസ് കേക്കുകളുടെ വൻ ശേഖരവുമായാണ് ബേക്കറികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പരമ്പരാഗത ക്രിസ്മസ് കേക്കുകൾക്ക് പുറമെ വിവാഹ ജന്മദിന കേക്കുകൾ പോലും ഇപ്പോൾ ക്രിസ്മസ് നിറമാണ് നൽകിയിരിക്കുന്നത്. സാന്റാക്ലോസിന്റെ തൊപ്പിയും ഷൂസുമെല്ലാം കേക്ക് രൂപത്തിൽ ബേക്കറി ഷെൽഫുകളിൽ നിരന്നിരിക്കുകയാണ്. പ്രമുഖ ഷോപ്പിംഗ് മാളുകളിലും ഔട്ട്ലെറ്റുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ക്രിസ്മസ് ട്രീകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ അബുദാബി എമിറേറ്റ്സ് പാലസ് ഇത്തവണയും കൂറ്റൻ ട്രീ സ്ഥാപിച്ചു. റെക്കോർഡ് സ്ഥാപിക്കുക എന്നതിനേക്കാൾ ഇത്തവണ പരമ്പരാഗത രീതിയിലുള്ള മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കാനാണ് ശ്രമിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. 30 ജോലിക്കാർ 50 മണിക്കൂർ കഠിനാധ്വാനം ചെയ്താണ് യുഎഇക്കാർക്കായി ഇത്തരമൊരു ക്രിസ്മസ് സമ്മാനം ഒരുക്കിയത്. ക്രിസ്മസ് ആഘോഷങ്ങളെ എന്നും സജീവമാക്കുന്നത് കരോൾ സംഘങ്ങളാണ്. അതത് ഇടവകകൾ കേന്ദ്രീകരിച്ച് ഭവനങ്ങളും തൊഴിൽ ക്യാമ്പുകളും സന്ദർശിച്ച് ക്രിസ്മസ് സന്ദേശങ്ങളും സമ്മാനങ്ങളും കൈമാറുന്ന കരോൾ സംഘങ്ങൾ വിശ്വാസികൾക്ക് സംഗീതസാന്ദ്രമായ ക്രിസ്മസ് ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ്, അബുദാബി മർത്തോമ എന്നീ പള്ളികൾക്ക് കീഴിലെ യുവജന പ്രസ്ഥാനങ്ങൾ അതത് ഇടവകകളിൽ കരോൾ ഗാനങ്ങളുമായി പര്യടനം നടത്തി. മാനവരാശിക്ക് ദൈവം നൽകിയ വിലപ്പെട്ട സമ്മാനമാണ് ക്രിസ്തു. സകല മനുഷ്യന്റെയും പാപപരിഹാരത്തിനായി ഈ ഭൂമിയിൽ ഭൂജാതനായ യേശു കർത്താവിന്റെ ജന്മദിനം വീണ്ടും സന്തോഷത്തോടെ കൊണ്ടാടുവാൻ അവസരം കൈവന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അശാന്തിയും അസമാധാനവും കൊടികുത്തി വാഴുന്ന ഈ മണ്ണിൽ ക്രിസ്തുയേശുവിന്റെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ അനുഭവങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ സകല മാനവജാതിക്കും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനെല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും ഈ സമയത്ത് നേരുകയും ചെയ്യുന്നു. റിയാദിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മലയാളി സംഘങ്ങൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കരോൾ ഗാനങ്ങൾ ആലപിച്ച് ക്രിസ്മസ് കെങ്കേമമാക്കി. ഇതിൽ കൃപ ആൻഡ് സഫ ഒരുക്കിയ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ ശ്രദ്ധേയമായി. ഇരുപത്തിയഞ്ച് നോമ്പിന്റെ വിശുദ്ധിയിൽ കഴിയുന്ന വിശ്വാസികൾ പാതിരാ കുർബാനയോടുകൂടി വ്രതം അവസാനിപ്പിച്ച് പൂർണ്ണമായും ആഘോഷത്തിൽ മുഴുകുകയാണ്.